പ്രിയ പോവില്ലേ പ്രിയ. ഇതിനാണോ എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത്? അതിനീ കള്ളം എന്തിനാ പറഞ്ഞ്? സത്യം പറഞ്ഞൂടായിരുന്നോ? നീ എന്നെ കൊല്ലാനായി പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞാലും തീർച്ചയായും വന്നേനെ. അത് പ്രിയ, ഞാൻ നിന്നെ പോലെയല്ല. ധൈര്യം കാണിക്കുന്നതിനും മണ്ടത്തരം കാണിക്കുന്നതിനും തമ്മിലുള്ള വ്യത്യാസം എനിക്കറിയാം. നീ ഇവിടെ വന്ന് കാണിച്ചത് ധൈര്യമല്ല, മണ്ടത്തരമാണ്. നിനക്ക് ഭാഗ്യമുണ്ടായിരുന്നു, അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. ഭാഗ്യമല്ല, എന്റെ അമ്മ എന്നോടൊപ്പം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ നിന്റെ കൂടെ ഇനിയിപ്പോ ആരാ ഉള്ളത്? അതുകൊണ്ട് തന്നെ നിനക്ക് അധികം നാള് സന്തോഷിക്കാനാവില്ല. ഈ നിഖിൽ റോഡിൽ കിടക്കുന്നത് പോലെ ഒരു ദിവസം നീയും നടു റോഡിൽ നിൽക്കും. ഓ റിയലി? നീ അതെങ്ങനെ ചെയ്യാനാ? ഇനി നീ എല്ലാരോടും പോയി പറയൂ ഞാൻ നിന്നെ കൊല്ലാൻ നോക്കിയെന്ന്. പക്ഷെ നിന്റെ കയ്യിൽ എന്ത് തെളിവാ ഉള്ളത്? ഓ ഐ എം സോറി, നിന്റെ കയ്യിൽ തെളിവില്ല, പക്ഷെ സാക്ഷിയുണ്ട്. നിന്റെ അമ്മ ഇപ്പൊ സംസാരിക്കാനും തുടങ്ങി. പക്ഷെ നിന്റെ അമ്മയുടെ ശബ്ദം ഒരിക്കലും ആകാശവാണിയല്ലല്ലോ. എന്ത് പറഞ്ഞാലും എല്ലാവരും വിശ്വസിക്കാൻ വേണ്ടിയിട്ട്. ഓ പ്രിയ, ഞാൻ ആദ്യം നിന്നോട് പറഞ്ഞിരുന്നു, ഞാൻ അഭിയുടെ മുന്നിൽ തെറ്റുകാരിയാണെന്ന് തെളിയിക്കണമെങ്കിൽ നീ ആദ്യം ഈ കാര്യം പ്രൂവ് ചെയ്യ്. ഈ കുഞ്ഞ് അഭിയുടേതല്ല, മറ്റൊരാളുടേതാണെന്ന്. വെൽ ഐ നോ നീ ഇവിടെ എനിക്കെതിരായി തെളിവ് ശേഖരിക്കാൻ വന്നതാണെന്ന്. അതിന് നീ ട്രൈ ചെയ്യൂ, ഞാനും കുറച്ച് ട്രൈ ചെയ്യാം. വ്യത്യാസം, നീ എന്നെ നിന്റെ വഴിയിൽ നിന്ന് മാറ്റാൻ നോക്കുന്നു, ഞാൻ നിന്നെ ഈ ലോകത്ത് നിന്ന് തന്നെ മാറ്റാൻ നോക്കുന്നു. നിന്നെ ഞാൻ അബിയുടെ ലൈഫിൽ നിന്ന് എന്നേക്കുമായി പറിച്ചു മാറ്റും. ഇതൊക്കെ ചെയ്യാൻ നീ തന്നെയാ പ്രിയ എന്നെ പ്രേരിപ്പിച്ചത്. എനിക്ക് വേറൊരു വഴിയുമില്ല. വഴി ഒരുക്കിയിട്ടുണ്ട് ഞാൻ, ശരിയായ വഴി. ശരിയായ വഴിയിൽ സഞ്ചരിക്കൂ തനു. അദ്ദേഹത്തിന്റെ പുറകിൽ നിന്ന് മാറി നിനക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ അച്ഛനോടൊപ്പം പുതിയൊരു ലൈഫ് നിനക്ക് സ്റ്റാർട്ട് ചെയ്തൂടെ? എന്റെ ലൈഫ് അവിടെയാണ്, നീ നിൽക്കുന്നിടത്ത്. അബി എന്റെയാണ്, നീ ഭർത്താവാക്കി വെച്ചിരിക്കുന്നു. അബി എപ്പോഴും എന്നെയാണ് പ്രണയിക്കുന്നത്. പക്ഷെ നീ അദ്ദേഹത്തെ പ്രണയിച്ചിരുന്നില്ലല്ലോ. പ്രണയിച്ചിരുന്നെങ്കിൽ ഈ കുഞ്ഞ് അദ്ദേഹത്തിൻ്റെതാകുമായിരുന്നില്ലേ? ഇനിയും എന്തിനാ നിൽക്കുന്നേ? പൈസയ്ക്ക് വേണ്ടിയാണോ? നിനക്ക് എത്ര പണം വേണോ ചോദിച്ചോ, എന്നോട് ഞാൻ തരാം. പക്ഷെ പ്ലീസ് പ്ലീസ് ഞങ്ങൾക്കിടയിൽ നിന്ന് മാറിത്തരൂ. അബി എന്റെയാണ്, ആ വീടും എന്റെയാണ്. എനിക്ക് നീ തരുന്ന പൈസയൊന്നും വേണ്ട. എനിക്ക് അർഹതയുള്ളത് എനിക്ക് വേണം. നിനക്ക് ഒരു അവകാശവും ഇല്ല തനു, അദ്ദേഹത്തിലോ അദ്ദേഹത്തിന്റെ പണത്തിലോ. നിന്റെ വിധിയിൽ എഴുതിയത് നിനക്ക് തീർച്ചയായിട്ടും കിട്ടിയിരിക്കും. ഇത്തവണ നിന്റെ ഭാഗ്യമെന്ന് വിചാരിച്ചാൽ മതി. ഞാൻ നിനക്കെതിരെ അറ്റംപ്റ്റ് ടു മർഡർ കേസ് ഫയൽ ചെയ്യാതിരിക്കുന്നത് എന്താണെന്നറിയോ? നിന്റെ ഉദ്ദേശം എത്ര മോശമായിരുന്നാലും അതുകൊണ്ട് എനിക്ക് ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്റെ അമ്മയുടെ അസുഖം ഭേദമായി. അമ്മ നടക്കാനും സംസാരിക്കാനും തുടങ്ങി. ഇനി നീ കണ്ടോ തനോ, ഇവരുടെ ഒക്കെ കൂടെ എന്റെ അമ്മയും എന്നെ സഹായിക്കാനുണ്ടാവും. അതുകൊണ്ട് എന്റെ ധൈര്യം, നിന്നെ തോൽപ്പിക്കാനാകുമെന്നുള്ള എന്റെ വിശ്വാസം, അതൊക്കെ ഒരുപാട് കൂടിയിട്ടുണ്ട്. പക്ഷെ നീ എന്ത് ചെയ്യും? നിന്റെ സഹായികൾ ഓരോരുത്തരായി നിന്നെ ഒറ്റയ്ക്കാക്കുകയല്ലേ. ആദ്യം രാജേട്ടൻ, പിന്നെ ആലിയ. ഈ നിഖിൽ ഇനി നിനക്ക് പ്രയോജനപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ എന്റെ വിധിയെക്കുറിച്ച് ഓർത്ത് ചിരിക്കുന്നുണ്ടാവും. നിന്റെ വിധി ശ്രദ്ധിച്ചോ? നീ സുമംഗലിയാണ്, പക്ഷെ ജീവിക്കുന്നത് കന്യകയായിട്ട്. അബിയുടെ ഭാര്യയാണ്, പക്ഷെ ഭാര്യയെ പോലെ കഴിയുന്നില്ല. റൂം ഷെയർ ചെയ്യുന്നു, പക്ഷെ നിങ്ങൾ തമ്മിൽ ബെഡ് ഷെയർ ചെയ്യുന്നില്ല. എന്നിട്ട് എന്നെ നോക്കൂ, ഞാൻ കല്യാണം പോലും കഴിച്ചിട്ടില്ല, പക്ഷെ അവന്റെ കുഞ്ഞിന്റെ അമ്മയായി. അവൻ നിന്നെ പ്രണയിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ വിവാഹം കഴിക്കാമെന്ന് വാക്ക് നൽകിയത് എനിക്കാണ്. പിന്നെ ഈ കുഞ്ഞ് കൂടെയുള്ളത് വരെ നിനക്ക് എന്നിൽ നിന്നും അബിയെ തട്ടിയെടുക്കാൻ കഴിയില്ല. ഈ അച്ഛനില്ലാത്ത കുഞ്ഞിനെ വെച്ച് ഞാൻ അബിയുമായി ബന്ധം സ്ഥാപിച്ചെടുക്കും, പക്ഷെ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ അബിയുടെ ലൈഫിൽ നിന്ന് നിന്നെ എന്നേക്കുമായി ഞാൻ പുറത്താക്കും. നീ ഇങ്ങനെ ചെയ്യുമ്പോ ഒരടി ചെകിട്ടത്ത് പൊട്ടിക്കാനാ തോന്നുന്നത്. പക്ഷെ ഞാൻ എന്റെ കൈ വൃത്തികേടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിന്റെ അടുത്ത് അച്ഛനില്ലാത്ത കുഞ്ഞുണ്ടെങ്കിൽ എന്റെ പ്രിയയുടെ കൂടെ അവളുടെ സിന്ദൂരമുണ്ട്. ആ സിന്ദൂരം അവളെ തൊടുവിച്ചത് അഭിയാണ്. നീ എന്നല്ല, ദൈവത്തിന് പോലും അവളെ ഒന്നും ചെയ്യാൻ കഴിയില്ല.
എനിക്ക് വിഷമം തോന്നുന്നു, ദൈവം തോന്നുക. നിന്നെ പ്രസവിച്ച ആ അമ്മയെ കുറിച്ച് ഓർക്കുമ്പോ ഈ കുഞ്ഞിന് നീ ജന്മം നൽകാൻ പോവുക. ഇതൊക്കെ ചെയ്തിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? പൈസയോ പ്രശസ്തിയോ? ഇതൊന്നും കൊണ്ട് ജീവിക്കാൻ കഴിയില്ല. നിനക്കൊരിക്കലും സുഖമായി ജീവിക്കാൻ കഴിയില്ല. നീ എന്തിനാ എന്റെ മകളുടെ പുറകെ നടക്കുന്നേ? ജോലി ചെയ്തൂടെ? നിനക്ക് പൈസ അല്ലേ വേണ്ടത്? നീ ഏതെങ്കിലും പണക്കാരന്റെ പുറകെ പോ. ഈ കുഞ്ഞിന്റെ അച്ഛൻ അവനെ ആക്കിക്കൊള്ളൂ. പ്രിയ, നിന്നെ പോലീസിൽ ഏൽപ്പിക്കാത്ത നന്നായി. എന്താ ചെയ്യേണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഒരു ദിവസം പോലീസ് നിന്നെ പിടിക്കും. നീ എങ്ങനെ രക്ഷപ്പെടും? നീ രക്ഷപ്പെടില്ല. പിന്നെ നീ ഒറ്റയ്ക്കാവും. പ്രിയയെക്കുറിച്ച് നീ ചിന്തിക്കണ്ട. അവൾ ഇപ്പോഴും സുമംഗലി തന്നെയാണ്. അവളുടെ കുടുംബം ഒപ്പമുണ്ട്. മുതിർന്നവർ പറയുന്നത് ആദ്യം കേക്ക്. നിന്റെ കുഞ്ഞിന്റെ അച്ഛനല്ലേ ഈ താഴെ കിടക്കുന്നവൻ? അവനെ നീ കല്യാണം കഴിക്ക. നിന്റെ ജീവിതം തുടങ്ങ. ഇനി ഇങ്ങനൊന്നും ആരോടും ചെയ്യരുത്. എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? ഈ താഴെ കിടക്കുന്ന നിന്റെ കുഞ്ഞിന്റെ അച്ഛനുണ്ടല്ലോ, അവനെ എടുത്തോണ്ട് പോ. പിന്നെ അഭി ഇതെല്ലാം അറിഞ്ഞാലുണ്ടല്ലോ എന്താവും സ്ഥിതിയെന്നറിയൂ. നിനക്ക് ഈ കുഞ്ഞിന്റെ അമ്മയാവാനും കഴിയില്ല, ആരുടെയും ഭാര്യ ആവാനും കഴിയില്ല. അമ്മ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ, അമ്മയുടെ ആരോഗ്യം മോശമാവും. വരൂ നമുക്ക് പോവാം. വരൂ അമ്മ, നമുക്ക് വേഗം വീട്ടിൽ പോവാം. ഇല്ല, നമുക്ക് വീട്ടിൽ പോകണ്ട. വീട്ടുകാർ ഇവിടെ വരട്ടെ. നീ അഭിയെ ഇവിടെ വിളിക്ക. അവനും ഇക്കാര്യങ്ങളൊക്കെ അറിയട്ടെ. താനും നിന്നെ കൊല്ലാൻ നോക്കിയ കാര്യം, ആ വൃത്തികെട്ട നിഖിലും അവളുടെ ഒപ്പം ഉണ്ടെന്ന് അറിയട്ടെ. അമ്മ, നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. എന്താ ചെയ്യാൻ കഴിയാത്തെ? കാരണം നമ്മുടെ കയ്യിൽ ഒരു തെളിവും ഇല്ലമ്മ. നമ്മൾ അവരോട് സത്യം പറഞ്ഞാലും തനു കള്ളം പറയില്ലേ? അവളൊന്നും ചെയ്തിട്ടില്ലെന്ന്. പോരാത്തന് അദ്ദേഹത്തിന്റെ മുന്നിൽ അഭിനയിച്ചു കാണിക്കുകയും ചെയ്യും. നമ്മൾ പറയുന്നതാണ് കള്ളമെന്ന്. അവൾക്ക് നന്നായിട്ട് അറിയാം അവളുടെ കുഞ്ഞ് അദ്ദേഹത്തിന്റെ ഒരു ദൗർബല്യമാണെന്ന്. ആ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞാണ് എപ്പോഴും അദ്ദേഹത്തെ അവൾ ഇമോഷണൽ ആക്കുന്നത്. അദ്ദേഹം അവസാനം അവൾ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്യും. അവൾക്ക് ഇത് നന്നായിട്ട് അറിയാം. അവൾക്കെതിരെ തെളിവുകൾ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ മിണ്ടാതിരിക്കുന്നതെന്ന്. അതുകൊണ്ടല്ലേ തെളിവുകൾ തരാന്ന് പറഞ്ഞ് അവൾ എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയേ. നിനക്കറിയായിരുന്നോ? എന്നിട്ടാണോ നീ വന്നേ? എനിക്കെല്ലാം മനസ്സിലായി അമ്മ. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. അപ്പോഴാ മനസ്സിലായത് തനു ഡോക്ടറുമായിട്ടുള്ള അപ്പോയിന്റ്മെന്റ് വേണ്ടെന്ന് വെച്ചിട്ട് എവിടെയോ പോയിരിക്കാന്ന്. അത് കേട്ടപ്പോ എനിക്ക് ഉറപ്പായി അവൾ എനിക്കെതിരെ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന്. അവൾ എങ്ങനെയുള്ള സ്ത്രീയാണെന്ന് നിനക്കറിയില്ലേ? അവള് നിന്നെ എന്ത് ചെയ്യാനും മടിക്കില്ല. എന്നിട്ട് നീ വന്നോ? ചേച്ചി, ആ തനു ചേച്ചി കൊല്ലാൻ നോക്കുവാണെന്ന് അറിഞ്ഞിട്ട് ചേച്ചി എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇല്ല പ്രണവ്, എനിക്കൊന്നും കേൾക്കണ്ട. വലിയ ആളായി പോയില്ലേ നീ? എല്ലാ തീരുമാനവും ഒറ്റയ്ക്കെടുക്കുന്നു. അല്ല, സ്വന്തം ജീവൻ അപകടത്തിലാക്കി നീ ഇവിടെ ഒറ്റയ്ക്ക് വന്നോ? നിനക്കറിയില്ലേ ബുൾബുൾ പോയതിനു ശേഷം എനിക്കിനി നീ മാത്രമേ ഉള്ളൂ എന്ന്. നിനക്ക് എന്തെങ്കിലും പറ്റിയ ഞാൻ എങ്ങനെ ജീവിച്ചിരിക്കും? ഞാൻ ഓക്കെയാണമ്മേ. അമ്മ ഇന്ന് ചെയ്ത തന്നെയല്ലേ ഞാനും ചെയ്തത്. ഒരു മകളുടെ ജീവന് വേണ്ടി അമ്മ സ്വന്തം ജീവൻ അപകടത്തിലാക്കുമെങ്കിൽ എന്റെ ഭർത്താവിന് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ അമ്മ? അമ്മയല്ല എന്നെ പഠിപ്പിച്ചത് ഭാര്യയും ഭർത്താവും പരസ്പരം സഹായിക്കണമെന്ന്. പ്രശ്നങ്ങളിൽ പെടുമ്പോൾ അവർ പരസ്പരം രക്ഷിക്കണമെന്ന്. ഞാനും അത്രേ ചെയ്തുള്ളൂ. എനിക്കറിയായിരുന്നു തനു എന്തോ എനിക്കെതിരെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. എനിക്ക് ആ പ്ലാൻ എന്താണെന്ന് അറിയണമെന്നുണ്ടായിരുന്നു. ഞാൻ കരുതി ഇതിലൂടെ തന്നെ അവൾക്കെതിരെയുള്ള തെളിവ് എനിക്ക് ലഭിക്കുമെന്ന്. അവളുടെ സത്യാവസ്ഥ എല്ലാവർക്കും മുന്നിൽ തുറന്നു കാട്ടാനാവുമെന്ന്. പക്ഷെ ഇപ്പൊ അതൊന്നും കിട്ടിയില്ലെങ്കിലോ എന്താ അമ്മ? എനിക്ക് എന്റെ അമ്മയെ തിരികെ കിട്ടിയില്ലേ? ഇക്കാര്യം എനിക്ക് അറിയാമായിരുന്നെങ്കിൽ, അതായത് എന്റെ ജീവിതം അപകടത്തിലാക്കിയാൽ എന്റെ അമ്മയുടെ ജീവിതം എനിക്ക് തിരിച്ചു കിട്ടുമെന്ന് എങ്കിൽ ഞാൻ ഇത് വളരെ മുൻപ് ചെയ്തേനെ. നീ എന്നുവരെ എല്ലാവർക്കും വേണ്ടി ജീവിക്കും. എന്നുവരെ എല്ലാവർക്കും വേണ്ടി എല്ലാം ചെയ്തുകൊണ്ടിരിക്കും. ഈശ്വരൻ എത്ര നാൾ ഇവളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും. എത്ര സ്വപ്നങ്ങളുമായ ഇവൾ അവയുടെ വീട്ടിലെത്തിയത്. ഒരുപാടായി. ഇനി എന്റെ മകളെ പരീക്ഷിക്കരുത്. അവക്ക് അവകാശപ്പെട്ട അവളുടെ ഭർത്താവിനെ തിരികെ നൽകും. എനിക്ക് തോന്നുന്നത് ആലിയ നിന്റെ ലൈഫിൽ നിന്ന് പോയതുപോലെ ഈ തനുവും വളരെ വേഗം പോകുന്ന. പിന്നെ എന്റെ മകളും അഭിയും സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കും. എന്തു പറ്റി? ഫോൺ ഫെയിലിയർ. നോക്കൂ, ഇദ്ദേഹത്തിന് നല്ല മുറിവുണ്ട്. ആക്സിഡന്റ് ആയി. ഇദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്യണം. മാം, ഇത് ആക്സിഡന്റ് കേസാണ്. നിങ്ങൾ ആദ്യം FIR ഫയൽ ചെയ്യേണ്ടി വരും. ഞാൻ എല്ലാ ഫോർമാലിറ്റീസും പൂർത്തിയാക്കാം. ആദ്യം അഡ്മിറ്റ് ചെയ്യൂ. മാം, ഞാൻ പറഞ്ഞില്ലേ FIR ഫയൽ ചെയ്താലേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. പക്ഷെ ഡോക്ടർ നോക്കൂ, ഒരുപാട് ബ്ലഡ് പോകുന്നുണ്ട്. ആക്സിഡന്റ് ആയതാണ്. ഇവരോട് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇവർ സമ്മതിക്കുന്നില്ല. ആദ്യം ഫയൽ ഫില്ല് ചെയ്യാൻ പറയുന്നു. ഞാൻ മുഴുവൻ ഫോർമാലിറ്റീസും പൂർത്തിയാക്കാം. പ്ലീസ് ഡോക്ടർ, ഒന്ന് അഡ്മിറ്റ് ചെയ്യൂ. ഇങ്ങനെ പേഷ്യൻസിനോട് പെരുമാറാമോ? പ്ലീസ് ഡോക്ടർ, എന്തെങ്കിലും ചെയ്യൂ. അതെ, ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞങ്ങൾ ബാക്കിയുള്ള ഫോർമാലിറ്റീസ് ഒക്കെ പിന്നെ ചെയ്യാം.
പക്ഷെ നിങ്ങളൊരു ഫോം ഫില്ല് ചെയ്ത് തരണം. നിങ്ങളൊരു ഫോം വാങ്ങിക്കൂ, എങ്കിലേ ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ പറ്റൂ. ചെക്കപ്പ് റൂം റെഡിയാക്കൂ, ഞാനിപ്പോൾ വരാം. ശരി ഡോക്ടർ. പേഷ്യന്റിന്റെ പേരെന്താണ്? നിഖിൽ. നിങ്ങൾ പേഷ്യന്റിന്റെ ആരാണ്? വൈഫ്. ഓ സോറി സോറി സോറി, എക്സ്ക്യൂസ് മീ. ഇത് ലൈഫ് ലോങ് ഹോസ്പിറ്റൽ അല്ലേ? നിങ്ങൾക്ക് വായിക്കാൻ അറിയോ? യെസ്. ആ ബോർഡിൽ എഴുതിക്കുന്നൊന്ന് വായിക്കേ. അതെ അമ്മ, അങ്ങനെ തന്നെ ആവും. പിന്നെ ഇന്ന് സംഭവിച്ചില്ലേ, അത് എത്ര വലിയ അത്ഭുതോ. കുറച്ചുകൂടെ സന്തോഷാവുമായിരുന്നു തനുവിനെതിരെ എന്തെങ്കിലും തെളിവ് കിട്ടിയിരുന്നെങ്കിൽ. എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മ, അവളെ എങ്ങനെയാ ഒന്ന് പിടികൂടുന്നതെന്ന്. നീ ഒട്ടും ടെൻഷൻ അടിക്കണ്ട മോളെ. ദൈവം ഇത്രയധികം അത്ഭുതം കാണിച്ചില്ലേ. ഞാൻ സംസാരിച്ചു, നടക്കാൻ തുടങ്ങി. അപ്പൊ നിനക്കും എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടാവും. പ്രിയേച്ചി, ആന്റി പറയുന്നത് ശരിയാണ്. ദൈവം ഉറപ്പായിട്ടും എന്തെങ്കിലും നല്ലത് കരുതി വെച്ചിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നതും എല്ലാം നന്നായിട്ട് മാത്രമേ വരുവുള്ളെന്നാ. അതെ പ്രണവ്, എനിക്കും അങ്ങനെയാ തോന്നുന്നത്. ഇനി എല്ലാം നല്ലതേ നടക്കൂ. എല്ലാം ശരിയാവും മോളെ. നീ ധൈര്യം കൈവിടാതിരുന്നാ മതി. ഡോണ്ട് വറി മാം, ഇപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ ട്രീറ്റ്മെന്റ് തുടങ്ങും. അപ്പോഴേക്കും നിങ്ങളൊരു കാര്യം ചെയ്യൂ, താഴെ ഡെസ്കിൽ ചെന്നിട്ട് FIR-നുള്ള കാര്യങ്ങൾ ചെയ്യൂ. എന്നിട്ട് അതിന്റെ ഒരു കോപ്പി ഇവിടെ റിസപ്ഷനിലേക്കും എത്തിക്കണം. അപ്പോഴേക്കും ഞാൻ ഇയാളുടെ അഡ്മിഷൻ പേപ്പർ തയ്യാറാക്കാം. എക്സ്ക്യൂസ് മീ മാം, മാം നിങ്ങളുടെ ഏജ് പറഞ്ഞില്ല. 29. മാം അഡ്രസ്. ഈ ഗൈനക്കിൻ്റെ ഡിപ്പാർട്ട്മെന്റ് എവിടെയാണോ എന്തോ. റിസപ്ഷനിലൊന്ന് ചോദിച്ചു നോക്കാം. എക്സ്ക്യൂസ് മീ, ഡോക്ടർ ശ്രേയയുടെ ക്യാബിൻ എവിടെയാണ്? ഷീസ് എ ഗൈനക്. ചിലപ്പോ അപ്പി പോയി കാണും. ആ ഗൈനക്കോളജിസ്റ്റിനെ കാണേണ്ട ആവശ്യം സാറിന് എന്താ? ആക്ച്വലി എൻ്റെ വൈഫിനൊരു അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. പക്ഷേ വൈഫിന് വരാൻ പറ്റില്ല, അതുകൊണ്ട് എന്നോട് വരാൻ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു തരുമോ അതോ ഞാൻ കണ്ടുപിടിക്കണോ? സാർ ഒരു കാര്യം ചെയ്യും, ഇതുവഴി പോയിട്ട് ലെഫ്റ്റിലേക്ക് പോകണം. ഫസ്റ്റ് ഫ്ലോറിലുള്ള 4th ക്യാബിനാണ്. താങ്ക് യു. ചിലപ്പോ പോയി കാണും. പോയി. പക്ഷെ എന്തിനായിരിക്കും വന്നത്? അച്ചമ്മയ്ക്കോ ആന്റിക്കോ വേണ്ടി വന്നതായിരിക്കും. എന്നെ കാണാത്തത് എന്തായാലും നന്നായി, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ചത്തേനെ. ഒരു കള്ളം പിടിക്കപ്പെട്ട് എൻ്റെ എല്ലാ സത്യവും പുറത്തു വന്നേനെ. ഇവൻ കാരണം എല്ലാം സംഭവിച്ചു. ഇവൻ്റെ ആക്സിഡന്റ് ഉണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ എനിക്കിവിടെ വരേണ്ടി വരില്ലായിരുന്നു. പുറത്ത് ഇവൻ എൻ്റെ ഹസ്ബൻഡാണെന്ന് പറയുകയും ചെയ്തു. ഇവിടെ എൻ്റെ വുഡ് ബി ഹസ്ബൻഡ് വന്നിരിക്കുന്നു. സാരമില്ല, തനു വേഗം ഇവനെ ചികിത്സിക്കാനുള്ള സൗകര്യം ഒരുക്ക്, എന്നിട്ട് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാം. അബി, നീ ഇവിടെ? എൻ്റെ കാര്യം വിടും, നീ പറ. നീ എന്താ ഇവിടെ? അബി, അത് ഞാൻ നീ എന്താ അങ്ങോട്ട് നോക്കുന്നത്? ആരെങ്കിലും നിന്റെ കൂടെ ഉണ്ടോ? ഞാൻ ഇവിടെ അവിടെ ഞാൻ ആരുടെയും കൂടെ വന്നൊന്നുമല്ല. ഒന്നുമില്ല. നീ എന്തിനാ പേടിക്കുന്നത്? നീയല്ലേ എന്നോട് പറഞ്ഞത്
നിന്റെ അപ്പോയിൻമെന്റ് പോസ്റ്റ്പോൺ ചെയ്തെന്ന്. അപ്പോയിന്റ്മെന്റ് നീ വീട്ടിൽ നിന്ന് പുറത്തു പോയില്ലേ? അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ വന്നിരുന്നു. നിന്നെ റിമൈൻഡ് ചെയ്യാൻ വിളിച്ചതാ. നീ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത് നിന്റെ അപ്പോയിൻമെന്റ് പോസ്റ്റ്പോൺ ചെയ്തെന്ന്? നിനക്ക് ഇവിടെ വരണമായിരുന്നെങ്കിൽ പിന്നെ നീ എന്നോട് പറയാത്തെന്താ? അബി, ഞാൻ നിന്നോട് എന്ത് പറയാനാ? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. നീ മനസ്സിലാക്കി തന്നാൽ എനിക്കത് മനസ്സിലാവും. നിന്റെ മുഖം കണ്ടാൽ എനിക്ക് എന്താ തോന്നുന്നതെന്നറിയോ? എന്തോ എൻ്റെ നിന്ന് ഒളിക്കുന്ന പോലെ. ഞാൻ വിളിക്കുന്നോ? അതെ അബി, ഞാൻ മറച്ചു വെച്ചു. അതെന്താന്ന് വെച്ചാ നീ അറിയാതിരിക്കാനായിട്ട് ഞാൻ മറച്ചു വെച്ചു. അങ്ങനെ എന്താ ഉള്ളത്? ഇത്രയ്ക്ക് വലിയ സീക്രട്ട്? അബി, അത് ഇന്ന് എനിക്ക് ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ നിന്നോട് പറയാത്തത് നീ എൻ്റെ ഒപ്പം വരാതിരിക്കാൻ വേണ്ടി തന്നെയാ. കാരണം എന്താന്ന് വെച്ചാ അബി, പ്രഗ്നൻസിയെ കുറിച്ചുള്ള കാര്യങ്ങൾ നീ അറിയാതിരിക്കാൻ വേണ്ടി തന്നെയാ. അബി, ഇത് എന്റെ ബോഡിയാണ്, എന്റെ കുഞ്ഞാണ്. പിന്നെ ഇത് എന്റെയും കൂടെ കുഞ്ഞല്ലേ? അതെ, നിന്റെ കുഞ്ഞാണ്. പക്ഷെ നീ എന്റെ ഭർത്താവല്ല. പക്ഷേ ഭർത്താവാകാൻ പോകുന്ന ആളല്ലേ? അബി, ഇതൊക്കെ കേട്ട് 7 മാസമായി. ഇതൊക്കെ കേട്ടോണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ കുഞ്ഞൻ ജനിക്കും. ആ പ്രിയ നിന്റെ ലൈഫിലുള്ളപ്പോ നമ്മുടെ കല്യാണവും നീ നടക്കില്ല. വെറുതെ അവളെ കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. അബി, നീ എന്റെ മുന്നിൽ അവൾക്ക് വേണ്ടി. നോക്ക്, നീ വന്ന കാര്യം എന്താന്ന് വെച്ചാൽ ചെയ്യാൻ നോക്ക്. ഡോക്ടറെ കാണാൻ വന്നിട്ട് പിന്നെ നീ എന്തിനാ ഇവിടെ സംസാരിച്ചിരിക്കുന്നത്? വാ, ഡോക്ടറെ കാണാം, വാ. ശരി, അവളുടെ കുറ്റം നിനക്ക് കേൾക്കാനും കഴിയില്ലല്ലോ. അബി, നിന്റെ മനസ്സിൽ അവൾക്ക് ഇത് ഹോസ്പിറ്റലാണ്, നിങ്ങളുടെ വീടല്ല. വഴക്ക് കൂടണമെങ്കിൽ നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ. താങ്ക് യു. പറഞ്ഞു കേട്ടല്ലോ, അതാ ഞാൻ പറഞ്ഞത് വന്ന കാര്യം ആദ്യം ചെയ്യാന്ന്. എന്ത് കാര്യം? ഡോക്ടറോട് സംസാരിക്കാൻ വന്നതല്ലേ? അത് ചെയ്യാം. പക്ഷെ നീ ആദ്യം പ്രിയെ കുറിച്ച് എന്നോട് സംസാരിക്കൂ. ഇവിടെ ഡോക്ടറെ കാണാനാണ് വന്നെങ്കിൽ പോയി ഡോക്ടറെ കാണണം, അല്ലാതെ പ്രിയെ പറ്റിയല്ല സംസാരിക്കേണ്ടത്. പ്രിയയുടെ കാര്യം നമുക്ക് വീട്ടിൽ പോയി സംസാരിക്കാം. നീ ഡോക്ടറെ കാണാൻ വരുന്നുണ്ടോ? ഇവന്റെ ഒപ്പം പോയേ പറ്റൂ, ഇല്ലെങ്കിൽ ഞാൻ ഉറപ്പായും പിടിക്കപ്പെടും. ഞാൻ നടന്നോളാം. പ്രിയ, നീ ഇതെവിടെയാ കൊണ്ടുവന്നത്? ഹോസ്പിറ്റലിലോ? നമുക്ക് വീട്ടിൽ പോവാ. നമ്മള് വീട്ടിലേക്ക് പോകും, പക്ഷെ ഡോക്ടറെ കണ്ടിട്ട്. എന്തിനാ ഡോക്ടറെ കാണുന്നേ? ഏത് ഡോക്ടറെ കാണാനാ? ഓർത്തോപീഡിക്കിന്. എന്തിനാ പ്രിയ കാണുന്നേ? നോക്ക്, എനിക്ക് നടക്കാനാവും, സംസാരിക്കാനാവും. അതെനിക്ക് അറിയാം അമ്മേ, പക്ഷെ അമ്മ പെട്ടെന്നല്ലേ നടന്നത്. ഇനി ഉള്ളിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലോ? എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല, ഞാൻ ശരിക്കും ഓക്കെയാണ് മോളെ. പിന്നെ ഒരുപാട് സന്തോഷമുള്ളതുണ്ടോ ഇതൊന്നും അറിയാത്തത്? ഒരു തവണ ഡോക്ടറെ കാണാനേ, എന്നിട്ടൊരു ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞാൽ എനിക്കും മനസമാധാനം കിട്ടും. എനിക്കറിയാം, നീ സമ്മതിക്കില്ല. നിന്നോടാർക്കും. ശരി, എങ്ങോട്ടാ പോണ്ടേന്ന് പറ. ഏത് ഡോക്ടറെ കാണണം? ഞാൻ നടന്നോളാം. ഞാനല്ലേ നിന്നെ നടക്കാൻ പഠിപ്പിച്ചത്, എന്നിട്ട് നീ എന്നെ നടക്കാൻ പഠിപ്പിക്കുന്നോ? ശരി, വാ. ഈ ഡോക്ടറിനെ കാണാൻ കാത്തിരുന്ന് മടുത്തല്ലോ. ആ നിഖിലിന്റെ ഗതി എന്തായോ എന്തോ. ഇനി അബിയെ ഇവിടെ വിട്ടിട്ട് പോയാൽ അവന് സംശയം കൂടുകയും ചെയ്യും. എന്ത് ചെയ്യും? ഏയ് തനു, നിന്റെ കയ്യിലുണ്ടായിരുന്ന പേഴ്സോടെ?